الحمد لله نحمده ونستعينه ونؤمن به ونتوكل عليه ونعوذ بالله من شرور أنفسنا ومن سيئات أعمالنا من يهده الله فلا مضل له ومن يضلل فلا هادي له وأشهد أن لا إله إلا الله وحده لا شريك له وأشهد أن محمدا عبده ورسوله أرسله بالهدى ودين الحق ليظهره على الدين كله ولو كره المشركون اللهم صل على محمد وعلى آل محمد كما صليت على إبراهيم وعلى آل إبراهيم وبارك على محمد وعلى آل محمد كما باركت على إبراهيم وعلى آل إبراهيم إنك حميد مجيد أما بعد فإن خير الكلام كلام الله وخير الهدي هدي محمد صلى الله عليه وسلم وشر الأمور محدثاتها وكل محدثة بدعة وكل بدعة ضلالة وكل ضلالة في النار يا أيها الذين آمنوا اتقوا الله حق تقاته ولا تموتن إلا وأنتم مسلمون يا أيها الناس اتقوا ربكم الذي خلقكم من نفس واحدة وخلق منها زوجها وبث منهما رجالا كثيرا ونساء واتقوا الله الذي تساءلون به والأرحام إن الله كان عليكم رقيبا يا أيها الذين آمنوا اتقوا الله وقولوا قولا سديدا يصلح لكم أعمالكم ويغفر لكم ذنوبكم ومن يطع الله ورسوله فقد فاز فوزا عظيما أعوذ بالله من الشيطان الرجيم بسم الله الرحمن الرحيم وآت ذا القربى حقه والمسكين وابن السبيل ولا تبذر تبذيرا إن المبذرين كانوا إخوان الشياطين وكان الشيطان لربه كفورا സഹോദരന്മാരെ സഹോദരികളെ, ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും അല്ലാഹുവിന്റെ നിയമനിർദ്ദേശങ്ങൾ പാലിച്ചുകൊണ്ട് ജീവിക്കുവാൻ കൽപ്പിക്കപ്പെട്ടവരാണ് ഞാനും നിങ്ങളും എന്ന് ഉണർത്തുന്നു. നാം ഏവരെയും അല്ലാഹു സുബ്ഹാനഹു വ തആല മുത്തഖികളായ ദാസന്മാരായി ജീവിക്കുവാനും ഈ ലോകത്തോട് വിട പറയുവാനും നമുക്കേവർക്കും തൗഫീഖ് നൽകുമാറാകട്ടെ എന്ന് പ്രാർത്ഥിക്കുകയും ചെയ്യുന്നു. വിശുദ്ധ ഖുർആനിലെ 17-ാം അധ്യായം ഇസ്രാ, അതിൽ 2 വചനങ്ങൾ 26-27 വചനങ്ങളാണ് ഓതിവെച്ചത്. വആതി ദൽ ഖുർബാ ഹഖഹു വൽ മിസ്കീൻ, അടുത്ത ബന്ധുക്കൾക്കും അഗതികൾക്കും അവരുടെ അവകാശം നീ നൽകുക. വബിനസ്സബീൽ, വഴിയാത്രയിൽ ബുദ്ധിമുട്ടുന്നവർക്കും. വലാ തുബദ്ദിർ തബ്ദീറ, നീ ധനം ദുർവ്യയം ചെയ്യരുത്. ഇന്നൽ മുബദ്ദിരീന, തീർച്ചയായും ധനം ദുർവിനിയം ചെയ്യുന്നവർ കാനൂ ഇഖ്വാന ശയാത്തീൻ, പിശാചുക്കളുടെ സഹോദരന്മാരാണ്. വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ, പിശാചാകട്ടെ തന്റെ രക്ഷിതാവിനോട് അങ്ങേയറ്റം നന്ദികേട് കാണിക്കുന്നവനുമാണ്. അപ്പോൾ ആ പിശാചിന്റെ കൂട്ടുകാരും അള്ളാഹുവിനോട് നന്ദികേട് കാണിക്കുന്നവരാണ് എന്ന് സാരം. ഇതാണ് ഈ വചനത്തിന്റെ താല്പര്യം. പരിശുദ്ധ ഇസ്ലാം എല്ലാ രംഗത്തും മിതത്വം പഠിപ്പിക്കുന്ന ഒരു സന്ദേശം, ഒരു തത്വമാണ്, ഒരു മതമാണ്. ഏത് രംഗത്തും അതിതീവ്രതയോ ഇങ്ങേയറ്റത്തെ ജീർണതയോ
ഒരിക്കലും ഇസ്ലാം അംഗീകരിക്കുന്നില്ല. ഇത് രണ്ടിൻ്റെയും ഇടയിലുള്ള ഒരു നിലപാടാണ് ഏത് കാര്യത്തിലും ഇസ്ലാം പ്രോത്സാഹിപ്പിക്കുന്നത്. ആ പ്രോത്സാഹനത്തിന് വിധേയരായി ജീവിക്കേണ്ട ഉമ്മത്തിന് അള്ളാഹു പേര് നൽകിയത് തന്നെ ഉമ്മത്തൻ വസത്ത് എന്നാണ്. മധ്യമ നിലപാട് സ്വീകരിക്കുന്ന ഉത്കൃഷ്ട സമുദായം എന്നാണ് അതിൻ്റെ താല്പര്യം. വിശ്വാസത്തിലും ആരാധന അനുഷ്ഠാന കർമ്മങ്ങളിലും ക്രയവിക്രയങ്ങളിലും സാമ്പത്തിക ഇടപാടുകളിലും എന്തിനേറെ പ്രാർത്ഥനകളിലും അതും പോരാ, യുദ്ധരംഗത്ത് പോലും പ്രതിരോധ രംഗത്ത് പോലും മിതത്വം പാലിക്കണമെന്നതാണ് ഖുർആന്റെ കാഴ്ചപ്പാട്. ഇതുമായി ബന്ധപ്പെട്ട് പരിശോധിച്ചാൽ വിശുദ്ധ ഖുർആനിൽ നമുക്ക് 3 വാക്കുകൾ കാണാം. ഒന്ന് തബ്ദീർ, അതാണ് ഞാൻ നേരത്തെ ഓതിവെച്ച വചനത്തിൽ വലാ തുബദ്ദിർ തബ്ദീറ ഇന്നൽ മുബദ്ദിരീന കാനൂ ഇഖ്വാന ശയാത്തീൻ വകാന ശൈത്താനു ലിറബ്ബിഹി കഫൂറ എന്നൽപ്പം ഗൗരവത്തോടുകൂടി അള്ളാഹു പറഞ്ഞ തബ്ദീർ. രണ്ടാമത്തത് ഇസ്റാഫാണ്. വലാ തുസ്രിഫൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. നിങ്ങൾ ഇസ്രാഫ് കാണിക്കരുത്, അത് കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് പറയുന്നത് നമുക്ക് കാണാൻ കഴിയും. മൂന്നാമത്തെ വാക്ക് ഇഅ്തിദാ ആണ്. ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. അതിര് വിട്ട് പ്രവർത്തിക്കുന്നവരെ, പരിധി ലംഘിച്ച് പ്രവർത്തിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല എന്ന് സാരം. ഇങ്ങനെയുള്ള പ്രയോഗങ്ങളിലൂടെ നമുക്ക് പരിചിതമായി വരുന്ന 3 വാക്കുകളാണ് തബ്ദീറും ഇസ്റാഫും ഇഅ്തിദാഉം. ഇത് 3ഉം പരസ്പരം ആശയത്തിൽ പരസ്പര ബന്ധങ്ങളുള്ളതാണ്. എന്നാൽ ഒന്നൊന്നിനേക്കാൾ അല്പം കടുപ്പമുള്ളതായി മാറുന്നു എന്നുള്ളതാണ് ഓരോന്നും വിശകലനം ചെയ്യുമ്പോൾ നമുക്ക് മനസ്സിലാക്കാൻ കഴിയുക. ഇത് ഞാൻ സൂചിപ്പിച്ചു, വിശ്വാസരംഗത്തും ആരാധന അനുഷ്ഠാന സാമ്പത്തിക ക്രയവിക്രയ രംഗങ്ങളിലെല്ലാം മിതത്വം പാലിക്കണം എന്നുള്ളത് ഖുർആന്റെ കാഴ്ചപ്പാടാണെന്ന് ഞാൻ സൂചിപ്പിച്ചു. സമ്പത്തിന്റെ രംഗത്ത് പ്രത്യേകിച്ച് അത് ഊന്നി പറയുന്നുണ്ട്. സമ്പത്ത് ചെലവഴിക്കുന്ന രംഗത്ത്, നമ്മളുടെ ആവശ്യങ്ങൾക്ക് വേണ്ടി വിനിയോഗിക്കുന്ന രംഗത്ത് എല്ലായിടങ്ങളിലും അത് പരാമർശിക്കുന്നുണ്ട്. വിശുദ്ധ ഖുർആൻ സൂറത്ത് ഫുർഖാൻ 25-ാം അധ്യായം, അതിലെ അവസാനത്തെ ഏതാനും വചനങ്ങൾ നമുക്കൊക്കെ സുപരിചിതമാണ്. പരമകാരുണികനായ അള്ളാഹുവിന്റെ ദാസന്മാരുടെ 12ഓളം സ്വഭാവങ്ങൾ എണ്ണി പറയുന്ന വചനങ്ങളാണത്. വഇബാദുർ റഹ്മാൻ എന്ന് തുടങ്ങിയിട്ട് അതിൽ ഒരു സ്വഭാവം പറയുന്നത് വല്ലദീന ഇദാ അൻഫഖൂ ലം യുസ്രിഫൂ വലം യഖ്തുറൂ വകാന ബൈന ദാലിക ഖവാമാ എന്ന് പറഞ്ഞാൽ അവർ ധനം ചെലവ് ചെയ്യും. ആ ചെലവ് ചെയ്യുമ്പോൾ അവർ അമിതത്വം കാണിക്കില്ല. ലം യുസ്രിഫു ഒരു സ്വഭാവം അതാണ്. വലം യഖ്തുറു ആർക്കും ഒന്നും കൊടുക്കാതെ പിശുക്കി പിടിച്ചുകൊണ്ടിരിക്കുന്ന സ്വഭാവവും ഉണ്ടാവില്ല. പിന്നെയോ വകാന ബൈന ദാലിക ഖവാമ, അത് രണ്ടിനും ഇടയിലുള്ള മിതമായ ഒരു ശൈലിയായിരിക്കും ദാനധർമ്മങ്ങൾ ചെയ്യുന്ന രംഗത്ത് പോലും അവർ സ്വീകരിക്കുക എന്ന് ഖുർആൻ വിശേഷിപ്പിക്കുന്നു. അപ്പൊ ഇൻഫാഖ് ദാനധർമ്മം ഏറ്റവും പ്രതിഫലാർഹമായ കാര്യമാണ്. അവിടെ പോലും അല്ലാഹു സുബ്ഹാനഹു വ തആല മിതത്വം പാലിക്കുന്ന സ്വഭാവമാണ് അള്ളാഹുവിന് ഇഷ്ടപ്പെട്ടത് എന്ന് എടുത്തു പറയുമ്പോൾ പിന്നെ ഏത് രംഗത്താണ് അതിര് വിടാൻ നമുക്ക് സാധിക്കുക എന്നുള്ളത് നമ്മൾ ചിന്തിക്കേണ്ടതുണ്ട്. ഭക്ഷണപാനീയങ്ങളെക്കുറിച്ച് അള്ളാഹു പറയുന്നിടത്ത് കാണാം, യാ ബനി ആദം ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ് വകുലൂ വശ്റബൂ വലാ തുസ്രിഫൂ ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ. തിന്നണ്ടാന്നോ കുടിക്കണ്ടാന്നോ ധരിക്കണ്ടാന്നോ ഒന്നുമല്ല പറയുന്നത്. അവിടെയും സ്വീകരിക്കേണ്ട മാനദണ്ഡം ഇതുതന്നെയാണെന്നർത്ഥം. യാ ബനി ആദം, ആദമിന്റെ മക്കളെ, ഖുദൂ സീനതകും ഇൻദ കുല്ലി മസ്ജിദ്, എല്ലാ ആരാധനാവേളയിലും എല്ലാ ആരാധനാ സ്ഥലത്തും നിങ്ങൾ നല്ല ഭംഗിയുള്ള വസ്ത്രം ധരിക്കണം. വിശിഷ്യ പള്ളി എന്ന് പറയുന്നത് ആ രൂപത്തിൽ ശ്രദ്ധിക്കേണ്ടത് തന്നെയാണ്. നമസ്കരിക്കാൻ വേണ്ടി നാം ധരിക്കുന്ന വസ്ത്രം പോലും അങ്ങേയറ്റം ഭംഗിയുള്ളതും വൃത്തിയുള്ളതുമാകണം. പലപ്പോഴും നമ്മളൊക്കെ നല്ല വസ്ത്രങ്ങളൊക്കെ അലമാരിയിൽ വെച്ചിട്ട് ഏറ്റവും മുഷിഞ്ഞതോ ഏറ്റവും പഴകിയതോ ആയ വസ്ത്രമായിരിക്കും പലപ്പോഴും പള്ളികളിലേക്ക് വരുമ്പോൾ
നാം അണിഞ്ഞിട്ടുണ്ടാകുക. ഒരു മാറ്റം ആവശ്യമാണ് എന്ന് മാത്രം ഞാൻ സൂചിപ്പിക്കുന്നു. ഖുർആന്റെ നിർദ്ദേശം ഖുദൂ സീനത്തക്കും ഇൻദ കുല്ലി മസ്ജിദ്. നിങ്ങളുടെ ഭംഗി, നിങ്ങളുടെ സൗന്ദര്യം, നിങ്ങളുടെ സീനത്ത് നിങ്ങൾ സ്വീകരിക്കേണ്ടത് പള്ളിയിലാണ്, അല്ലെങ്കിൽ ആരാധനാ സ്ഥലങ്ങളാണ്, ആരാധനാ ഇടങ്ങളിലാണ്. രണ്ട് അർത്ഥവും ഇൻദ കുല്ലി മസ്ജിദിൻ എന്നതിന് കാണാം. എന്നിട്ട് പറയുന്നു വകുലു, നിങ്ങൾ തിന്നുക, വഷ്റബു, നിങ്ങൾ കുടിക്കുകയും ചെയ്യുക, വലാ തുസ്രിഫു, തീറ്റയിലും കുടിയിലും പോലും ഇസ്രാഫ് ഉണ്ടാകരുത്, അമിതത്വം ഉണ്ടാകരുത്. കാരണം ഇന്നഹു ലാ യുഹിബ്ബുൽ മുസ്രിഫീൻ, അങ്ങനെ അമിതത്വം കാണിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. സൂറത്ത് അഅറാഫിലെ 31-ാമത്തെ വചനം. ഇനി നോക്കൂ, പ്രാർത്ഥിക്കാൻ ഒരുപാട് പ്രോത്സാഹനം നൽകിയ മതമാണ് ഇസ്ലാം. വിശുദ്ധ ഖുർആനിൽ പ്രാർത്ഥന അത് അള്ളാഹുവിനോട് മാത്രമായിരിക്കണമെന്ന് എണ്ണി എണ്ണി പറയുന്ന നൂറുകണക്കിന് വചനങ്ങളുണ്ട്. പ്രവാചക തിരുമേനി സല്ലല്ലാഹു അലൈഹി വസല്ലമ പ്രാർത്ഥനയെക്കുറിച്ചും പ്രാർത്ഥനയുടെ ആവശ്യകതയെക്കുറിച്ചും അത് ചെയ്യാതിരുന്നാലുള്ള അവസ്ഥയെക്കുറിച്ചുമൊക്കെ പ്രവാചകൻ പറഞ്ഞു തരുന്നുണ്ട്, വിശുദ്ധ ഖുർആൻ പറഞ്ഞു തരുന്നുണ്ട്. അത്ര പ്രാധാന്യവും പ്രാമുഖ്യവും നൽകിയ പ്രാർത്ഥന എങ്ങനെയായിരിക്കണം എന്ന് ഖുർആൻ പഠിപ്പിക്കുന്നത് നോക്കൂ. ഉദ്ഉ റബ്ബക്കും തളർറുഅൻ വഖുഫിയ ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. എവിടെയാണിത്? പ്രാർത്ഥനയുടെ രംഗത്താണ് പറയുന്നത്. ഉദ്ഉ റബ്ബക്കും, നിങ്ങൾ നിങ്ങളുടെ റബ്ബിനോട് പ്രാർത്ഥിക്കണം, തളർറുഅൻ, താഴ്മയോടുകൂടി, വഖുഫിയത്തൻ, രഹസ്യമായിട്ട്. എന്നിട്ട് പറയുന്നു ഇന്നഹു ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. പ്രാർത്ഥനയുടെ രംഗത്ത് പോലും അതിരുവിട്ട് പ്രവർത്തിക്കുന്നവരെ, പരിധി ലംഘിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. ഒച്ചയും ബഹളവും ഉണ്ടാക്കി, മൈക്ക് വെച്ച് കെട്ടി, നാട്ടുകാരെ ഉറങ്ങാൻ അനുവദിക്കാതെയുള്ള ഏത് തരത്തിലുള്ള എന്ത് പേരിട്ട് നൽകുന്ന പ്രാർത്ഥനാ ശൈലിയായിരുന്നാലും ശരി, വിശുദ്ധ ഖുർആന്റെ ഈ നിർദ്ദേശമനുസരിച്ച് അത് പരിധി ലംഘനമാണ്. പടച്ചവനോട് പ്രാർത്ഥിക്കണം, അവനോട് മാത്രമേ പ്രാർത്ഥിക്കാവൂ. ആ പ്രാർത്ഥന രഹസ്യമായിരിക്കണം, വിനയമുണ്ടായിരിക്കണം. അങ്ങനെ ഒരുപാട് കാര്യങ്ങൾ പറയുന്നുണ്ട്. ആകട്ടെ, ഇപ്പൊ പ്രാർത്ഥനയുടെ ഒരു രംഗത്തെ മിതത്വമാണ് ആ പറഞ്ഞത്. ഇനി നോക്കുക, യുദ്ധരംഗം. ഇന്നത്തെ പ്രത്യേകിച്ച് ആധുനിക കാലത്തെ യുദ്ധരംഗത്തെക്കുറിച്ച് പറയേണ്ടതില്ല. കൊന്നുകൂട്ടപ്പെടുന്നത് നിരപരാധികളായ കുഞ്ഞുങ്ങളാണ്, നിരപരാധികളായ സ്ത്രീകളാണ്, രോഗികളാണ്, ആശുപത്രികളിൽ അഭയം തേടിയവരാണ്. ഇന്നത്തെ യുദ്ധത്തിന്റെ പോക്ക് അങ്ങനെയാണ്, വിശദീകരിക്കുന്നില്ല ഞാൻ. പക്ഷേ യുദ്ധത്തെക്കുറിച്ച് ഖുർആൻ പറയുന്നിടത്ത് പോലും പറയുന്നുണ്ട് ഈ പരിധി ലംഘനം പാടില്ല എന്ന്. എന്താണ് ആ വചനം? വഖാതിലൂ ഫീ സബീലില്ലാഹി അല്ലദീന യുഖാതിലൂനകും വലാ തഅ്തദൂ ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ. നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങൾ യുദ്ധം ചെയ്യുക. അള്ളാഹുവിന്റെ മാർഗത്തിൽ നിങ്ങളോട് യുദ്ധം ചെയ്യുന്നവരോട് നിങ്ങളും യുദ്ധം ചെയ്യുക. വലാ തഅ്തദൂ, പരിധി ലംഘിക്കരുത്. അവിടെയും പരിധി ലംഘിക്കരുത്. കാരണം ഇന്നല്ലാഹ ലാ യുഹിബ്ബുൽ മുഅ്തദീൻ, പരിധി ലംഘിക്കുന്നവരെ അള്ളാഹുവിന് ഇഷ്ടമല്ല. ആരാധനാ കാര്യങ്ങളുടെ കാര്യം പറയണ്ട, വിശ്വാസങ്ങളുടെ കാര്യം പറയണ്ട, എല്ലാം കൃത്യവും കുറ്റമറ്റതും പെർഫെക്റ്റുമായിരിക്കണം എന്ന കാര്യത്തിൽ യാതൊരു അഭിപ്രായ വ്യത്യാസവുമില്ല. പക്ഷേ പഠിപ്പിച്ചതിനപ്പുറവും പഠിപ്പിക്കാത്തതും ഒക്കെ ചെയ്തുകൊണ്ട് അത് വികലമാക്കരുത് എന്നാണ് ഈ പറഞ്ഞതിന്റെ അർത്ഥം. എല്ലാ രംഗങ്ങളിലും അങ്ങനെ തന്നെയാണ്. വിശ്വാസത്തിന്റെ പേരിൽ ആരെയും കൊന്നൊടുക്കാനുള്ള അവകാശം നമുക്കില്ല. ആരാധന എങ്ങനെ പഠിപ്പിച്ചു അതിനപ്പുറം ചെയ്യാനുള്ള അവകാശം നമുക്കില്ല. സാമ്പത്തിക രംഗം സക്കാത്ത് എങ്ങനെ കൊടുക്കണമെന്ന് പറഞ്ഞുവോ ആ പറഞ്ഞതിന്റെ അപ്പുറം നമുക്ക് കൊടുക്കേണ്ട ആവശ്യമില്ല, ഇപ്പുറം ആകാനും പാടില്ല. അപ്പൊ കൃത്യമായിരിക്കണം. ഇസ്ലാമിന്റെ കാഴ്ചപ്പാട് അങ്ങനെയാണ്, എല്ലാ രംഗത്തും അങ്ങനെയാണ്. നമ്മുടെ വസ്ത്രം, നമ്മുടെ വാഹനം, നമ്മുടെ ഭക്ഷണം, നമ്മുടെ വീട്, നാം എവിടൊക്കെ ഇടപെടുന്നു അവിടെ എല്ലാം തന്നെ ഈ സ്വഭാവം ശീലിക്കണം എന്നുള്ളത് ഖുർആന്റെ അധ്യാപനമാണ്, ഇസ്ലാമിന്റെ നിർദ്ദേശമാണ്. ആഘോഷരംഗങ്ങളിൽ പ്രത്യേകിച്ചും പെരുന്നാൾ ആഘോഷമായിരുന്നാലും ശരി, മറ്റേത് തരത്തിലുള്ള ആഘോഷമായിരുന്നാലും ശരി, അവിടെയെല്ലാം ഈ സ്വഭാവം നാം ശീലിക്കണം. അങ്ങനെ പറഞ്ഞു വരുമ്പോൾ ഇന്ന് നാം അശ്രദ്ധമായി പോകുന്ന ഒരു പ്രത്യേക രംഗത്തെ ധൂർത്തിനെ സംബന്ധിച്ച്, ഒരു പ്രത്യേക രംഗത്തെ അമിതത്വത്തെ സംബന്ധിച്ച്, പരിധി ലംഘനത്തെ സംബന്ധിച്ച് ഒന്ന് സൂചിപ്പിക്കാതിരിക്കാൻ വയ്യ. അത് മറ്റൊന്നുമല്ല, നമ്മുടെയൊക്കെ വിവാഹ ആഘോഷ രംഗങ്ങളാണ്. വിവാഹ ആഘോഷ രംഗം
ഇന്ന് സർവ്വ സീമകളും മര്യാദകളും തകർത്ത് അതിൻ്റെ അപ്പുറമെത്തി ആഭാസങ്ങളുടെ അഴിഞ്ഞാട്ടങ്ങളുടെ ഒരു മേഖലയായി മാറി എന്ന് പറഞ്ഞാൽ അതിനെ തള്ളിക്കളയാൻ ആർക്കും കഴിയില്ല. അത്ര മോശമായ എത്രയാണ് അതിന് പൊലിക്കുന്ന, അതിന് തകർത്ത് കളയുന്ന സ്വത്ത് എന്ന് ചിന്തിക്കാൻ പോലും നേരമില്ലാത്ത അവസ്ഥയിലേക്കാണ് കാര്യങ്ങളുടെ പോക്ക്. എല്ലാം അവിടെ അമിതത്വത്തിന്റെ, ധൂർത്തിന്റെ, പൊങ്ങച്ചത്തിന്റെ ഒക്കെയായി മാറുക. അങ്ങനെ പവിത്രമാകേണ്ട വിവാഹങ്ങൾ, ആദരണീയമായി കാണേണ്ട വിവാഹ മംഗളകർമ്മങ്ങൾ ആ സ്ഥലമാകെ യുദ്ധക്കളമാക്കി മാറ്റുന്ന, ഒരുതരം പ്രയാസം സൃഷ്ടിക്കുന്ന, കണ്ണീര് കുടിപ്പിക്കുന്ന, കൺകുളിർക്കേണ്ട രംഗങ്ങൾ കണ്ണീർ കുടിപ്പിക്കുന്ന അവസ്ഥയിലേക്ക് മാറിക്കൊണ്ടിരിക്കുന്നു. നമ്മളൊക്കെ മിണ്ടാതിരിക്കുകയും ചെയ്യുന്നു, മൗനത്തോടുകൂടി പിന്തുണ നൽകുന്നു. വല്ലാത്ത ഒരു ദുരവസ്ഥയിലേക്ക് നമ്മൾ മൂക്കുകുത്തുകയാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. കുറച്ചു നാളുകൾക്ക് മുമ്പ് ആലപ്പുഴ ജില്ലയിലെ കുട്ടനാട് എന്ന് പറയുന്ന സ്ഥലത്ത് ഒരു ഫ്ലക്സ് പ്രത്യക്ഷപ്പെട്ടു. എന്തായിരുന്നു ആ ഫ്ലക്സിൽ പറഞ്ഞിരുന്നതെന്നറിയോ? നാട്ടിലെ കല്യാണം മുടക്കികളുടെ ശ്രദ്ധയ്ക്ക്. ആളെ തിരിച്ചറിഞ്ഞാൽ നിങ്ങളുടെ പ്രായം നോക്കില്ല, നിങ്ങളുടെ ജാതി നോക്കില്ല, നിങ്ങളുടെ മതം നോക്കില്ല, നിങ്ങളുടെ രാഷ്ട്രീയം നോക്കില്ല, നിങ്ങളുടെ വീട്ടിൽ കയറി അതൊന്നും നോക്കാതെ വീട്ടിൽ കയറി തല്ലുന്നതായിരിക്കുമെന്നാണ് ഫ്ലെക്സ്. വിവാഹത്തെക്കുറിച്ചുള്ള വികലമായ കാഴ്ചപ്പാടിന്റെ ഒരു പോക്കാണ് ഈ കാണുന്നത്. അങ്ങനെ വെക്കേണ്ടി വരുന്നു ഫ്ലെക്സ്. നമ്മൾ തന്നെ എത്ര വായിച്ചു, ഓരോ വീടുകളിലും നടന്ന കല്യാണങ്ങൾ, അതുമായി ബന്ധപ്പെട്ടുണ്ടായ പ്രയാസങ്ങൾ, വിവാഹമോചനങ്ങൾ, ആത്മഹത്യകൾ, കൊലപാതകങ്ങൾ ഇല്ലേ? നിഷേധിക്കാൻ കഴിയുമോ എനിക്കോ നിങ്ങൾക്കോ? ഇതാര് പഠിപ്പിച്ച മതം? എല്ലാറ്റിലും മിതത്വം പാലിക്കണമെന്ന് പഠിപ്പിച്ച മതം വിവാഹരംഗത്ത് ദുർവിനിയോഗം ചെയ്യപ്പെടുന്ന കണക്കിന് പരലോകത്തെ ഹിസാബില്ല എന്ന് ആരെങ്കിലും പറഞ്ഞു തന്നിട്ടുണ്ടോ? ഉണ്ടോ? അവിടെയും പൊലിക്കുന്ന ഏത് നയാ പൈസയ്ക്കും മറുപടി പറയേണ്ടേ അള്ളാന്റെ അടുക്കല്? അതല്ല, ഞാൻ കല്യാണമാണ് അതുകൊണ്ട് പ്രശ്നമില്ല, എന്തോ ആയിക്കോട്ടെ. അങ്ങനെ ഒരു കാഴ്ചപ്പാട് നമുക്ക് ആർക്കെങ്കിലും ഉണ്ടോ? എവിടെ നിന്ന് സമ്പാദിച്ചു, എന്തിനു വിനിയോഗിച്ചു ധനം എന്ന് മറുപടി പറയാതെ വെച്ച കാൽപാദങ്ങൾ അനക്കാൻ കഴിയില്ല എന്ന് പഠിപ്പിച്ച ഒരു വിശ്വാസത്തിന്റെ, ആദർശത്തിന്റെ, സംസ്കാരത്തിന്റെ, ഒരു സന്ദേശത്തിന്റെ ആൾക്കാരിൽ നിന്ന് ബാക്കിയുള്ളവരെ പോലും ലജ്ജിപ്പിക്കുന്ന നിലയിലുള്ള കാര്യങ്ങൾ വിവാഹത്തിന്റെ പേരിൽ നടക്കുന്നു. വിവാഹം അനുഗ്രഹീതമായ ഒരു സദസ്സിൽ മലക്കുകളുടെ സാന്നിധ്യത്തിൽ അവരുടെ കാവലിൽ നടക്കേണ്ട വിവാഹ മുഹൂർത്തം, വിവാഹ മംഗളകർമ്മം, അത് പിശാചിന്റെ തേരോട്ടത്തിന്റെ സ്ഥലമാക്കി മാറ്റുന്നത് ആരാണ്? അവിടെയാണ് നാം നമ്മളെക്കുറിച്ച് ചിന്തിക്കേണ്ടത്. അവിടെ വേണ്ടേ ഈ പറയുന്ന മിതത്വമൊന്നും? ആവശ്യമില്ല ഇതൊന്നും. നമ്മളൊക്കെ ഒരുപാട് വായിച്ച് രസിച്ച് തമാശ പറഞ്ഞ് വിട്ടുകളഞ്ഞ കാര്യങ്ങളുണ്ട്. എത്രത്തോളം? ഞാൻ നേരത്തെ പറഞ്ഞ പോലെ ഫ്ലക്സ് വെക്കേണ്ട ഗതികേട്. ഇനി അത് വിവാഹ ദിവസം നടക്കുന്ന അലങ്കോലപ്പെടുത്തലുകളാണ് എങ്കിൽ അതിന്റെ തലേ ദിവസവും അല്ലെങ്കിൽ അന്നും നടക്കുന്ന മറ്റൊരുപാട് ദുഷിച്ച കാര്യങ്ങളുണ്ട്. ഏറ്റവും കൂടുതൽ നടക്കുന്നത് എന്റെയും നിങ്ങളുടെയും പേരുള്ള ഈ സമുദായത്തിലാണ് എന്ന് പറയാതിരിക്കാൻ വയ്യ. എന്നിട്ട് നമ്മൾ തന്നെ പറയും ഇതിന് അള്ളാന്റെ അടുക്ക കണക്ക് ബോധിപ്പിക്കണം. കല്യാണക്കാര്യത്തിന് മുടക്കുന്നതിന് കണക്ക് ബോധിപ്പിക്കണ്ട. അപ്പൊ പറയും ന്യൂ ജനറേഷനാണ്, പുതിയ തലമുറയാണ്, കളർഫുള്ളാകണം, എല്ലാം കളർഫുള്ളാകണം. അതിനെന്താണ്? നമുക്ക് ഇവന്റ് മാനേജ്മെന്റ് ഉണ്ട്, അങ്ങോട്ട് ഏൽപ്പിച്ചു കൊടുക്കും. അവര് പറയും എന്ത് ചെയ്യണം, ഏത് രൂപത്തിൽ നീങ്ങണം. അവര് പറയും ഖുത്ബ എപ്പം നടക്കണം, അവര് പറയും നിക്കാഹ് എപ്പം നടക്കണം, അവര് പറയും വരൻ എവിടെ നിൽക്കണം, എങ്ങനെ നിൽക്കണം. ആ ഒരു ദുരവസ്ഥയിലേക്ക് പോയി. ഇതിനൊക്കെ പൈസ മുടക്കുന്നതാ ഞാൻ തന്നെയാണ്. എനിക്കിതിന് മറുപടി പറയണ്ടേ? അവിടെ ഉണ്ടാകുന്ന ഏത് ദുഷിച്ച കാര്യങ്ങൾക്കും ഞാൻ മറുപടി പറയണ്ടേ റബ്ബിന്റെ മുമ്പില്? എന്തേ ആ ബോധം? വിവാഹ രംഗത്ത് മാത്രം നമുക്ക് നഷ്ടപ്പെട്ടു പോകുന്നു. വല്ലാത്ത ദുരവസ്ഥയിലേക്കാണ് നമ്മൾ നീങ്ങുന്നത്. അതിര് കവിഞ്ഞു പോവുകയാണ് എല്ലാ രംഗങ്ങളും എന്ന് മാത്രം നാം മനസ്സിലാക്കുക. അതുപോലെ തന്നെ ഏതെല്ലാം തരത്തിലുള്ള നമുക്കൊരിക്കലും സാംസ്കാരികമായി നമുക്ക് യോജിക്കാൻ കഴിയാത്ത, മതപരമായി നമുക്ക് പിന്തുണയ്ക്കാൻ കഴിയാത്ത എത്രയോ കാര്യങ്ങൾ
അപ്പൊ അടുത്ത കാലത്ത് നമ്മൾ കണ്ടില്ലേ, ഒട്ടകപ്പുറത്ത് ആനയിക്കപ്പെട്ട് വാദ്യമേളങ്ങളുടെ അകമ്പടിയോടെ വെടിക്കെട്ടായി വന്ന് ആൾക്കാർ ആംബുലൻസ് പോലും കടത്തിവിടാത്ത നിലയിൽ കല്യാണമാണത്രേ, കല്യാണം. പേര് ഈ ഉമ്മത്തിന്, പേര് ഈ സമുദായത്തിന്, വേറെ ആർക്കുമല്ല ദുഷ്പേര് പോണത്. ഇത് ഏത് മതം? ഇത് ഇസ്ലാം പഠിപ്പിച്ച കാര്യമാണ് ഈ കാട്ടിക്കൂട്ടുന്നത്. എന്നിട്ട് നമ്മൾ മതത്തിന്റെ മേലങ്കിയാണ് നമ്മൾ ജീവിക്കുകയാണ്. വിവാഹം എന്ന് പറയുന്നത് എന്തെങ്കിലും ഒരു കാട്ടിക്കൂട്ടലല്ല. എല്ലാ തത്വസംഹിതകളിലും എല്ലാ ദർശനങ്ങളിലും അതിനെ പവിത്രമായിട്ട് മാത്രമേ കാണുന്നുള്ളൂ. വിശുദ്ധ ഖുർആൻ കേവലം ഒരു മംഗളകർമ്മമായിട്ടല്ല അതിനെ പറഞ്ഞത്. ഒരു പുരുഷനും ഒരു സ്ത്രീയും തമ്മിലുള്ള ബലിഷ്ഠമായ കരാർ ഉടമ്പടിയായിട്ടാണ് ഖുർആൻ ആ വിവാഹ ബന്ധത്തെ വിലയിരുത്തിയത്. മീസാഖുൻ ഖലീൽ നമ്മൾ പറയാറുണ്ട്, പ്രസംഗിക്കാറുണ്ട്. ഇനി ഋഗ്വേദത്തിൽ അതിനെക്കുറിച്ച് പറയുന്നത് എന്താണ്? വിവാഹത്തെക്കുറിച്ച് പറയുന്നത് പരസ്പര സ്നേഹത്തിന്റെ ഐക്യപ്പെടലാണ് വിവാഹം എന്നാണ് ഋഗ്വേദം പറയുന്നത്. അപ്പൊ ആ ദർശനത്തിന്റെ ആൾക്കാർ അങ്ങനെ. ഇനി ക്രൈസ്തവ ദർശനം പറയുന്നത് എന്താണ്? ദൈവം കൂട്ടിച്ചേർത്തത് വേർപ്പെടുത്താനാവാത്ത ബന്ധം, അതാണ് വിവാഹം. ആവർത്തന പുസ്തകത്തിൽ അതാണ് പറഞ്ഞിട്ടുള്ളത്. ഖുർആൻ മീസാഖുൻ ഖലീൽ എന്ന് പറഞ്ഞു. ഇത്ര എല്ലാവരും ഒരേപോലെ പവിത്രമായി പരിപാവനമായി കാണുന്ന ഈ മേഖലയാണ് ഈ രൂപത്തിൽ ഇല്ലാതാക്കിക്കൊണ്ടുപോകുന്നത്. രണ്ട് വ്യക്തികൾ തമ്മിൽ ഒരു ചെറിയ വൃത്തത്തിൽ നിന്ന് തുടങ്ങുന്ന ആ ബന്ധം സാംസ്കാരികമായ അവബോധത്തിന്റെയും വളർച്ചയുടെയും അതുപോലെ തന്നെ മനുഷ്യ സമൂഹത്തിന്റെ നിലനിൽപ്പിന്റെയും ഒക്കെ ഏറ്റവും വലിയ സത്തയായി, ബേസായി, അടിത്തറയായി മാറുന്നതാണ് വിവാഹം. അതുകൊണ്ട് തന്നെ അത് പവിത്രമായി കാണണം. അത് അലങ്കോലപ്പെടുത്തി കളർഫുള്ള് എന്നുള്ള പേര് നൽകി മോശമാക്കി മറ്റുള്ളവരുടെ മുമ്പിൽ ഈ ഉമ്മത്തിനെ ഒന്നടങ്കം കുറ്റവാളികളാക്കുന്ന അവസ്ഥയിലേക്ക് പോയിട്ട് നമ്മൾ മിതത്വത്തെക്കുറിച്ച് ഇസ്ലാം മിതത്വത്തിന്റെ മതമാണ് എന്ന് വേറെ രംഗങ്ങളിൽ പറയുന്നതിൽ യാതൊരു അർത്ഥവുമില്ല എന്ന് നമ്മൾ മനസ്സിലാക്കണം. തിരുത്താനും നമുക്ക് കഴിയൂ. നമ്മുടെ മഹല്ലുകൾക്ക് അത് കഴിയണം. ഉത്തരവാദപ്പെട്ട നേതൃത്വത്തിന് കഴിയണം. എല്ലാവരും ഇത് പിടുത്തം വിട്ടുപോകും, ഒരു രക്ഷയുണ്ടാവില്ല. തലേ ദിവസമൊക്കെ പൊട്ടിക്കപ്പെടുന്ന കുപ്പികളുടെ എണ്ണം ഞാൻ പറയണോ ഈ മിമ്പറിൽ നിന്നുകൊണ്ട്? ആഘോഷമാണത്രേ കല്യാണം. ആഘോഷിക്കണ്ടേ, ആഹ്ലാദിക്കണ്ടേ, സന്തോഷിക്കണ്ടേ? എന്തെല്ലാം. അതുപോലെ തന്നെ ഈ വധുവുമായിട്ട് ബന്ധപ്പെടുത്തിയിട്ട് ഒരു തരം റാഗിങ് നടക്കുന്നുണ്ട്. റാഗിങ് നമുക്ക് എല്ലാവർക്കും അറിയാം. എങ്ങനെയാണ് ഈ റാഗിങ് കലാലയങ്ങളിൽ തുടങ്ങിയത്? ജൂനിയറായ ആളുകൾ അവിടെ വരുമ്പോൾ അവർക്കുണ്ടാകുന്ന ആശങ്കകളും അതുപോലുള്ള കാര്യങ്ങളും ഇല്ലാതാക്കാൻ വേണ്ടി ചെറിയ ചെറിയ എന്തെങ്കിലും ഒരു തമാശകളോ അതുപോലുള്ള കാര്യങ്ങളോ പിന്നെ ഒരു എന്തെങ്കിലുമൊക്കെ കാര്യങ്ങൾ ചെയ്തുകൊണ്ടൊന്ന് സന്തോഷിപ്പിച്ചു കൊണ്ടുപോകാൻ വേണ്ടിയിട്ട് പണ്ടാരോ ഉണ്ടാക്കിയ ഒന്നാണ് ഈ റാഗിങ് എന്ന് പറയുന്നത്. അവരെയും കൂടി കൂട്ടം നിർത്തിക്കൊണ്ടുപോകാൻ വേണ്ടി. ഇന്നത്തെ റാഗിങ് അതാണോ കലാലയങ്ങളിലെ? അത് പരിധി വിട്ടു, എല്ലാ സീമകളും തകർന്നു. എന്നിട്ടോ അത് അതിന്റെ ഉത്തുംഗതയിലെത്തി, ഏറ്റവും വലിയ ഭീകരമായ അവസ്ഥയിലേക്കെത്തി. കലാലയങ്ങൾ ആ ഒരു അവസ്ഥയിലേക്ക് എത്തിയപ്പോൾ ഭരണകൂടങ്ങൾ ഇടപെട്ടു, കോടതികൾ ഇടപെട്ടു. തടവ് ശിക്ഷ പോലും ലഭിക്കുന്ന നിലയിലേക്കുള്ള നിയമങ്ങളുണ്ടായി, റാഗിംഗ് ഉണ്ടായി. അത് ബീഭത്സമായുന്ന ഒരവസ്ഥയിലെത്തിയാൽ കൊലപാതകങ്ങൾ നടന്നു, ആത്മഹത്യകൾ നടന്നു, എത്രയോ ആൺകുട്ടികളുടെയും പെൺകുട്ടികളുടെയും വിദ്യാഭ്യാസം മുടങ്ങി. ഇതിന് നിയമമുണ്ടായി. പക്ഷേ വിവാഹത്തിന്റെ പേരിൽ റാഗിംഗ് എന്ന് പറഞ്ഞ് നടത്തപ്പെടുന്ന, വധുവുമായി നടത്തുന്ന സൊറ കല്യാണമെന്നോ എന്തോ അതിന്റെ പേര്, അങ്ങനെ എന്തോ ഒരു പേരുണ്ട് അത്രേ. സൊറ പറയുക വധുവുമായിട്ട്. ആര്? വരന്റെ കൂട്ടുകാർ. ഇത് എവിടുന്ന് കിട്ടി? വരന്റെ കൂട്ടുകാർക്ക് അവൻ വിവാഹം കഴിക്കുന്നതിന് മുമ്പോ വിവാഹം കഴിച്ചതിന് ശേഷമോ ഈ പെണ്ണുമായി അവർക്കെന്ത് ബന്ധം? എന്നിട്ട് വന്നിരുന്ന് സൊറ പറയുക, തമാശകൾ ചോദിക്കുക, ഉത്തരം പറയിക്കുക, അവസാനം അതിന്റെ അങ്ങേയറ്റത്തെത്തിയിട്ട് പെണ്ണ് ആത്മഹത്യ ചെയ്യുന്ന അവസ്ഥ വരുത്തുക. നഊദു ബില്ലാഹ്. ഇതൊക്കെ വിവാഹത്തിന്റെ പേരിൽ നടന്നുകൊണ്ടിരിക്കുന്ന കാര്യമാണ്. അതുപോലെ തന്നെ വിവാഹത്തിന്റെ ആഘോഷത്തിന്റെ തിമിർപ്പ് എന്ന് പറഞ്ഞുകൊണ്ട് തലേ ദിവസം നടത്തുന്ന വലിയ വലിയ ഗാനമേളകൾ,
ആ ഗാനമേളകളിൽ വരന്റെ ആളുകൾ പ്രശ്നം സൃഷ്ടിച്ചിട്ട് തോട്ടട എന്ന് പറയുന്ന സ്ഥലം, ആ നാട്ടുകാരോ ആ ജില്ലയിലുള്ള ആരെങ്കിലും ഇവിടെ ഉണ്ടെങ്കിൽ എന്നോട് ക്ഷമിച്ചേക്ക്, എനിക്ക് ആ സ്ഥലം ഒന്നും പറയാതെ പറ്റില്ല, അതുകൊണ്ട് പറഞ്ഞു പോയതാ. ഇനി നാളെ ഇത് ഏതാണെന്ന് അന്വേഷിച്ച് കിടക്കണ്ട. ആ സ്ഥലത്ത് തലേ ദിവസം ഇങ്ങനെയുള്ള ഗംഭീര ഗാനമേള നടക്കുകയാണ്. സന്തോഷിക്കണം, പാടണം, മൈലാഞ്ചി ഇടണം, ഇതിനൊന്നും കൈകൊട്ട്, ഇതൊക്കെ ആയിക്കോ, പക്ഷെ ഇതൊക്കെ അതിര് കവിയരുത് ഒരു സംഗതി. അതാണ് അതിന്റെ വിഷയം. ചെയ്യാൻ അനുവദിച്ചത് ചെയ്യാം, അതിന് വിരോധമില്ല. അപ്പൊ ഇത് അങ്ങോട്ട് കൂടിയിട്ട് വരന്റെ ആൾക്കാരെന്തോ പ്രശ്നമുണ്ടാക്കിയിട്ട് അവസാനം കൂട്ടത്തല്ലായി, കല്യാണപ്പന്തലി കൂട്ടത്തല്ലായിട്ട് അതിന്റെ തുടർച്ച വന്ന് ബോംബേറുണ്ടായി. ബോംബേറിൽ ഒരാൾ കൊല്ലപ്പെട്ടു. വിവാഹമാണ് കേട്ടോ ഈ പറയുന്നത്. എന്തിനുള്ളതാ വിവാഹം? സന്തോഷിക്കാൻ, ആഹ്ലാദിക്കാൻ, അതിനുള്ള രംഗമാണ് ഈ കാണുന്നത്. ഇതൊന്നും മറ്റ് മതസ്ഥരായ ആളുകളുടെ മേൽ വെച്ച് കെട്ടി നമുക്ക് മാറാൻ കഴിയില്ല. അതിന്റെ ഒക്കെ പേരുകൾ എടുത്തു നോക്കിയാൽ നമ്മുടെ വലിയ വലിയ പേരുകളാണ് നമുക്ക് അവിടെ ഒക്കെ കാണാനും മനസ്സിലാക്കാനും കഴിയുന്നത്. അതുകൊണ്ട് ഇത് പറയുമ്പോൾ വിവാഹം ഒരു ചത്ത ചടങ്ങാകണമെന്നൊന്നും എനിക്ക് അഭിപ്രായമില്ല. ഞാൻ പറയേയില്ല അങ്ങനെ. വിവാഹ ആഘോഷമാണ്, സന്തോഷമാണ്, ഇതൊക്കെ ശരിയാണ്. പക്ഷെ ഏത് ആഘോഷവും സന്തോഷവും അതിന് വിട്ടുപോകാതിരിക്കാൻ, ആഭാസത്തരത്തിലേക്ക് പോകാതിരിക്കാനുള്ള കരുതൽ ഉണ്ടാകണം എന്ന് മാത്രമാണ് ഈ സൂചിപ്പിക്കുന്നതിന്റെ അർത്ഥം. നാട്ടുകാരും വീട്ടുകാരും ബന്ധുമിത്രാദികളും ഒക്കെ വിവാഹ വീട്ടിൽ കൂടുമ്പോഴുണ്ടാകുന്ന സന്തോഷമുണ്ട്. ആ സന്തോഷമൊന്നും ആരും വേണ്ടാന്ന് പറയുന്നില്ല. പക്ഷെ ഇതൊക്കെ ആ സന്തോഷത്തെ കെടുത്തിക്കളയാണ് ഇപ്പൊ ചെയ്തുകൊണ്ടിരിക്കുന്നത്. കാരണം ഓരോരുത്തർ വന്ന് കാണിക്കുന്ന തോന്നിയാസം എതിർക്കാൻ ഒരാൾ ചെല്ലുമ്പോൾ മറ്റൊരാൾ എതിർക്കാൻ വരുന്നു. യുവാക്കൾ തമ്മിൽ പ്രശ്നമാകുന്നു, ബന്ധുക്കൾ തമ്മിൽ പ്രശ്നമാകുന്നു, വരന്റെ വീട്ടുകാരും വധുവിന്റെ വീട്ടുകാരും തമ്മിൽ ഇടയേണ്ടി വരുന്നു, പിറ്റേ ദിവസം നിശ്ചയിച്ച നിക്കാഹ് നടക്കാതെ പോകുന്നു. ഇതൊന്നും ഒരു മതത്തിന്റെ ലേബിളിൽ ചാർത്താൻ പറ്റൂല, അത്രേ ഞാൻ പറയുന്നുള്ളൂ. അപ്പൊ അതിന് കരുതൽ ആവശ്യമാണ് എന്ന് പൊതുവെ ജീവിതത്തിന്റെ മൂല്യങ്ങളെക്കുറിച്ചുള്ള കാഴ്ചപ്പാടിൽ നിന്ന് മാറ്റം സംഭവിച്ചുകൊണ്ടിരിക്കുന്നുണ്ട്. ആ മാറ്റം ഈ പറയുന്ന സന്തോഷവേള എന്ന് നമ്മൾ പറയുന്ന വിവാഹ രംഗത്തും നമുക്ക് കാണാനും കേൾക്കാനും കഴിയുന്നു എന്ന് മാത്രമാണ്. അപ്പൊ ആ ഉണ്ടായ മാറ്റത്തിന്റെ ഒരു അലയടിയായി ഇതിനെ കൂടി നാം മനസ്സിലാക്കേണ്ടതുണ്ട്. ആ നിലയിൽ ഇത്തരം കാര്യങ്ങൾ പോലും ഞാൻ സൂചിപ്പിച്ചത്, ഞാൻ ആദ്യം കുറെ വചനങ്ങൾ, ഇസ്ലാമിന്റെ മിതത്വത്തെ പഠിപ്പിക്കുന്ന വചനങ്ങൾ ഓതിവെച്ചതും ഓർമ്മിപ്പിച്ചതും വെറുതെ അല്ല. ധനം എന്ന് പറയുന്നത് അള്ളാഹുവിന്റെ വലിയ ഒരു ഔദാര്യമാണ്, നിഅമത്താണ്. ആ നിഅമത്ത് അവൻ പറഞ്ഞതുപോലെ വിനിയോഗിച്ചിട്ടില്ല എങ്കിൽ, അതിനപ്പുറത്ത് ചെയ്തു കഴിഞ്ഞാൽ അതിന് ശിക്ഷ ഏൽക്കേണ്ടി വരും. അതിൽ യാതൊരു സംശയമില്ല. അത് വിവാഹരംഗത്ത് ദുർവിനിയോഗം ചെയ്താലും ശരി. ഭക്ഷണത്തിന്റെ കാര്യം പറഞ്ഞാലോ, ഭക്ഷണം അങ്ങനെ തന്നെയാണ്. ക്ഷണിക്കപ്പെടുന്ന ആളുകൾക്ക് നല്ല ആഹാരം കൊടുത്ത് പിരിച്ചുവിടണം, ഇതിലൊന്നും അഭിപ്രായ വ്യത്യാസമില്ല. അവിടെ പച്ചവെള്ളവും കാരക്കയും കൊടുത്താൽ മതി എന്നുള്ള അഭിപ്രായമൊന്നുമില്ല. പക്ഷേ അതും ഈ പറഞ്ഞതിന് അപ്പുറം എത്തും. എങ്ങനെ? ബിരിയാണി ചെമ്പോടെ കുഴിച്ചു മൂടേണ്ട സ്ഥിതിവിശേഷം ഉണ്ടാകുന്ന, ഭക്ഷണ സാധനങ്ങൾ കുഴിച്ചു മൂടേണ്ട ദുസ്ഥിതി ഉണ്ടാകുന്ന, ദുരന്തം വിതയ്ക്കുന്ന അത്തരം കാര്യങ്ങളിലേക്ക് പോകാതിരിക്കാൻ നമുക്ക് കഴിയുമല്ലോ. നമ്മളെന്തോ പൊങ്ങച്ചം കാണിക്കാനുള്ള, അല്ലെങ്കിൽ എന്റെ കഴിവും എന്റെ സാമ്പത്തികമായ ശേഷിയും ക്ഷേമുഷിയും പ്രദർശിപ്പിക്കാനുള്ള ഒരു രംഗമാക്കി മാറ്റുകയും അങ്ങനെ പോകുകയും ചെയ്യുന്നത്. അപ്പൊ എന്താണ്? പണ്ട് നമ്മളൊരു പഴഞ്ചൊല്ല് കേട്ടിട്ടുണ്ട്. എന്താ പഴഞ്ചൊല്ലെന്നറിയോ? കാണം വിറ്റ് ഓണം ഉണ്ണണമെന്ന്. ഇപ്പൊ ഒരു പുതുചൊല്ലുണ്ട്. എന്താ ചൊല്ലെന്നറിയോ? കാണം വിറ്റും കല്യാണം കേമമാക്കണം. അപ്പൊ കുചേല വ്യത്യാസമില്ലാതെ എല്ലാവരും അതിനു വേണ്ടിയുള്ള നെട്ടോട്ടത്തിലാണ്. മാറണം പ്രിയമുള്ളവരെ, മാറ്റണം. മാറാനും മാറ്റാനും നമുക്ക് തന്നെ കഴിയൂ. വേറെ ആർക്ക് നിയമം കൊണ്ടോ അതുപോലുള്ള കാര്യങ്ങൾ കൊണ്ടോ ഒന്നും കഴിയില്ല. പിന്നെ ഇതിന് ഇത്തരം കാര്യങ്ങൾക്ക് സ്ത്രീയുടെ ഭാഗത്ത് നിന്ന് കിട്ടുന്ന ഒരു മുടക്കമില്ലാതെ കിട്ടുന്ന സ്ത്രീധനം എന്ന് പറയുന്ന പൈസ ഇതുപോലുള്ള കാര്യങ്ങൾക്ക് ദുർവിനിയോഗം ചെയ്തുകൊണ്ട്, അത് പിന്നെ ചോദിക്കാനും പറയാനും ഇല്ലല്ലോ, നിർബന്ധിച്ചു വാങ്ങുന്ന സാധനമാണല്ലോ. എന്നാൽ പെണ്ണിന് മഹർ കൊടുക്കുന്നതോ അതിൽ യാതൊരു വ്യവസ്ഥയില്ല, കാഴ്ചപ്പാടുമില്ല, ഒന്നുമില്ല. അതെന്തെങ്കിലും ഒന്ന്. ഇങ്ങോട്ട് വാങ്ങുന്നതോ അത് എത്രയോ ആകാം. അങ്ങനെ വാങ്ങി കൂട്ടുന്ന വെച്ചുകൊണ്ട് ഒരുപാട് മേഖലകൾ സൃഷ്ടിക്കുക, ആഭാസകരമായ രംഗങ്ങൾ സൃഷ്ടിക്കുക. എന്നിട്ട് ഇതൊക്കെ ഈ സമുദായത്തിന്റെ തലയിൽ വെച്ച് കെട്ടുക. പറ്റൂല. ഈ സമുദായം ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഈ മതത്തിന് ഇതിന് ഉത്തരം പറയാൻ കഴിയില്ല. ഇതാര് ചെയ്യുന്നുവോ അവരാണ് ഇതിന് മറുപടി പറയേണ്ടത്.
നിയന്ത്രണം വേണം, നിയന്ത്രിക്കപ്പെടണം. മുതിർന്നവർ ഇടപെടേണ്ട സ്ഥലങ്ങളിൽ ഇടപെടണം, മഹല്ലുകൾ ഇടപെടേണ്ട സ്ഥലത്ത് ഇടപെടണം, മതനേതൃത്വം ഇടപെടേണ്ടടുത്ത് ഇടപെടണം, രാഷ്ട്രീയ നേതൃത്വം ഇടപെടേണ്ടടുത്ത് ഇടപെടണം, കോടതികൾ ഇടപെടേണ്ടടുത്ത് ഇടപെടണം. കോടതികൾക്ക് ഇപ്പൊ അതിനൊന്നും നേരമില്ല. സിംഹത്തിന്റെ പേര് അക്ബർ എന്നാണോ സിംഹണിയുടെ പേര് സീതയെന്നാണോ എന്ന് നോക്കിയിട്ട് അത് ശരിയായില്ല എന്ന് പറയാൻ ഇപ്പൊ കോടതിക്ക് നേരെയുള്ളൂ. വല്ലാത്ത കാലോട്ടോ. ഒരു സിംഹത്തിന് അക്ബർ എന്ന് പേരിട്ടു. അതിനറിയാവോ ആരെങ്കിലും എന്റെ പേരിങ്ങനെ ഇട്ടതാണ്? വേറൊന്നിന് സീത എന്ന് പേരിട്ടു. അത് രണ്ടും കൂടി ഒരു കൂട്ടിൽ താമസിക്കാൻ പാടില്ലത്രേ. എന്താവോ സംഭവിക്കുക? പേരിൽ എന്തിരിക്കുന്നു നമ്മൾ പണ്ട് ചോദിക്കാറുണ്ടായിരുന്നു. പേരിൽ പലതും ഉണ്ട്. ഇപ്പൊ ഒരു 10 വർഷക്കാലമായി പേരിൽ പലതും ഉണ്ട്. ഇപ്പൊ മൃഗങ്ങളുടെയും പക്ഷികളുടെ പേരിൽ പോലും ഈ വർഗീയത കടന്നു വരുന്ന ഒരു സമയം. അത് ഞാൻ സാന്ദർഭികമായി സൂചിപ്പിച്ചു എന്ന് മാത്രം. അപ്പൊ അങ്ങനെയുള്ള ഒരു സന്ദർഭത്തിൽ മനുഷ്യന്റെ നന്മയ്ക്ക് വേണ്ടി ഇടപെടേണ്ട രംഗങ്ങളിൽ, മനുഷ്യത്വത്തിന്റെ നിലനിൽപ്പിന് വേണ്ടി, രാജ്യത്തിന്റെ നന്മയ്ക്ക് വേണ്ടി, സമൂഹത്തിന്റെ ഭദ്രതയ്ക്ക് വേണ്ടി ഇടപെടേണ്ട രംഗങ്ങളിൽ ഇടപെടാതെ ആ രംഗവും അങ്ങനെ പോകുന്നു. അപ്പൊ പിന്നെ നന്നാകേണ്ടത് നമ്മൾ ഓരോരുത്തരുമാണ്. ഒരു വ്യക്തി നന്നായാൽ കുടുംബം, ആ കുടുംബം നന്നായാൽ സമൂഹം, ആ സമൂഹം നന്നായാൽ രാജ്യം. ഇതാണ് സംസ്കരണത്തിന്റെയും മാറ്റത്തിന്റെയും മാനദണ്ഡമായി ഇസ്ലാം പഠിപ്പിക്കുന്നത്. ആ മാർഗയെ സഞ്ചരിക്കാൻ നമുക്ക് കഴിഞ്ഞാൽ നമുക്ക് നല്ല സമുദായമായി അള്ളാഹുവിന്റെ സർട്ടിഫിക്കറ്റ് ഖൈറു ഉമ്മത്തിന് വിധേയരായി ഉമ്മത്തുൻ വസത്ത് എന്ന വിശേഷണത്തിന് അർഹരായി നമുക്ക് എത്താൻ കഴിയും. സർവാധിനാഥനായ റബ്ബ് എല്ലാവിധത്തിലുള്ള ഇത്തരത്തിലുള്ള മോശമായ കാര്യങ്ങളിൽ നിന്നും അകന്നു നിന്ന് ഇസ്ലാമിന്റെ അന്തസ്സത്തെ ഉൾക്കൊണ്ടുകൊണ്ട് ജീവിതത്തിന്റെ എല്ലാ മേഖലകളിലും ഇസ്ലാം പഠിപ്പിച്ച ആ മിതത്വം ശീലിച്ചുകൊണ്ട് പാലിച്ചുകൊണ്ട് ജീവിക്കുവാനും മരണപ്പെടുവാനും നമുക്കേവർക്കും അല്ലാഹു തൗഫീഖ് നൽകുമാറാകട്ടെ. الحمد لله الذي هدانا لهذا وما كنا لنهتدي لولا أن هدانا الله والصلاة والسلام على أشرف الأنبياء والمرسلين وعلى آله وصحابه ومن تبعهم بإحسان إلى يوم الدين أما بعد اتقوا الله عباد الله. ഒരിക്കൽ കൂടി അള്ളാഹുവിന്റെ ആജ്ഞാനുവർത്തികളായി ജീവിക്കുവാൻ ഞാൻ ഉണർത്തുന്നു. നമ്മൾ എല്ലാ കാര്യങ്ങളിലും മിതത്വം പാലിക്കണം, സമ്പത്തിന്റെ കാര്യത്തിലും പാലിക്കണം, ഏത് രംഗങ്ങളിലും ആഘോഷത്തിന്റെ രംഗത്തും പാലിക്കണം എന്നുള്ള രൂപേണ ചില കാര്യങ്ങൾ നമ്മൾ മനസ്സിലാക്കിയുണ്ടായി. അതേപോലെ തന്നെ ഈ ധനം എന്ന് പറയുന്നത് സമ്പന്നത അത് അധികരിക്കുകയും അതിലൂടെ നാശമടയുകയും ചെയ്യുന്ന, അത് ദുർവിനിയോഗം ചെയ്തും അതുപോലെയുള്ള രൂപത്തിൽ അത് ചെലവഴിക്കേണ്ട രൂപത്തിലല്ലാതെ ചെലവഴിച്ചും സമ്പാദിക്കേണ്ട രൂപത്തിലല്ലാതെ സമ്പാദിച്ചും ഒക്കെ ഉണ്ടാക്കുന്നത് കൊണ്ട് ഇഹത്തിലും പ്രയാസം സൃഷ്ടിക്കും, പരലോകത്തും ബുദ്ധിമുട്ടേറെ ഉണ്ടാക്കും എന്നുള്ളത് കൊണ്ട് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ ഇത്തരം കാര്യങ്ങളിൽ ചില വ്യക്തമായ കാഴ്ചപ്പാടുകൾ ഇതുമായി ബന്ധപ്പെട്ട് നമ്മുടെ മുമ്പിൽ വെച്ചിട്ടുണ്ട്. ദാരിദ്ര്യം എന്ന് പറയുന്ന ഒരു മനുഷ്യനെ സംബന്ധിച്ചിടത്തോളം ഏറ്റവും ബുദ്ധിമുട്ടുണ്ടാക്കുന്ന കാര്യം തന്നെയാണ്. രണ്ടഭിപ്രായമില്ല. പക്ഷെ പ്രവാചകന്റെ ഒരു വചനമുണ്ട്, നിങ്ങളെ സംബന്ധിച്ച് ഞാൻ ഭയപ്പെടുന്നത് ദാരിദ്ര്യത്തെയല്ല. എന്നിട്ട് പ്രവാചകൻ പറയുന്നു, ഞാൻ നിങ്ങളെ സംബന്ധിച്ച് ഭയപ്പെടുന്നത് നിങ്ങളുടെ ഭൗതിക സമ്പന്നത അതങ്ങോട്ട് വിശാലമാവുകയും അങ്ങനെ പൂർവികന്മാർക്ക് അത് വിശാലമായി അവർ കിടമത്സരം നടത്തിയതുപോലെ നിങ്ങളും പരസ്പരം കിടമത്സരം നടത്തുകയും അവര് നശിച്ചതുപോലെ, പണം കൊണ്ട് നശിച്ചതുപോലെ, സമ്പത്ത് കൊണ്ട് നശിച്ചതുപോലെ നിങ്ങളും നശിച്ചു പോകുന്നതിനെയുമാണ് ഞാൻ ഭയപ്പെടുന്നത് എന്ന് നബി സല്ലല്ലാഹു അലൈഹി വസല്ലമ മുന്നറിയിപ്പ് നൽകിയത്. ധനം വേണ്ട എന്നുള്ള നിലയിലല്ല, ധനം സമ്പാദിക്കണ്ട എന്നുള്ള നിലയിലല്ല, മറിച്ച് ധനം സമ്പാദനവും വിനിയോഗവും കൃത്യമായ രൂപത്തിലായിട്ടില്ല എങ്കിൽ വന്നു ഭവിച്ചേക്കാവുന്ന അപകടത്തെക്കുറിച്ച്, ദുരന്തത്തെക്കുറിച്ചുള്ള മുന്നറിയിപ്പായിട്ട് മാത്രം നമ്മളത് കാണുമെങ്കിൽ തീർച്ചയായും നമ്മളത് ശ്രദ്ധിക്കും. ഒരിക്കലും സമ്പൽ സമൃദ്ധി കണ്ട് പൂർവികന്മാർ സന്തോഷിച്ചിട്ടില്ല, അവർ കരയുകയാണ് ചെയ്തിട്ടുള്ളത്. ഇറാഖിൽ ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ ഭരണകാലത്തെ ഇറാഖ് ജയിച്ചടക്കി. ഇറാഖ് ജയിച്ചടക്കിയപ്പോൾ ഒരുപാട് ഒനീമത്ത് സ്വത്ത് കിട്ടി. ആ ഒനീമത്ത് സ്വത്തിൽ ഇഷ്ടം പോലെ സ്വർണത്തിന്റെ കൂമ്പാരമുണ്ടായിരുന്നു. അത് ആ യുദ്ധത്തിന് പോയ പടയാളികൾ യുദ്ധം കഴിഞ്ഞ് വിദേശിയിലാളിതരായി തിരിച്ചു വന്നപ്പോൾ ആ കിട്ടിയ ഒനീമത്ത് സ്വത്ത് മുഴുവനും
ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മുമ്പിൽ കൊണ്ടുവന്ന് വെച്ചു. ഇത് കണ്ടപ്പോൾ ഉമർ റളിയല്ലാഹു അൻഹു പൊട്ടിക്കരഞ്ഞു. ജയിച്ചു വന്നതാണ് ഇറാഖ്, ഗനീമത്ത് സ്വത്താണ് മുന്നിൽ കൂമ്പാരമായിരിക്കുന്നത്. ഈ പടയാളികൾ അന്തം വിട്ട് ചോദിച്ചു, യുദ്ധം ജയിച്ചു വന്നു ഞങ്ങൾ, ഗനീമത്ത് സ്വത്താണ് ഈ കൊണ്ടുവന്ന് വെച്ചിരിക്കുന്നതല്ല, ഇത് അപഹരിച്ചു കൊണ്ടുവന്നൊന്നുമല്ല, അങ്ങയുടെ കണ്ണ് കുളിർക്കേണ്ട സന്ദർഭമല്ലേ ഇത്, അങ്ങെന്താണ് ഈ കണ്ണീരൊഴുക്കുന്നത് എന്ന് ചോദിച്ചപ്പോൾ അദ്ദേഹത്തിന്റെ ഒരു മറുപടിയുണ്ട്. അള്ളാഹുവിന്റെ റസൂല് പറയുന്നതായിട്ട് ഞാൻ കേട്ടിട്ടുണ്ട്, ആർക്കെങ്കിലും ഭൗതികമായ സമ്പൽ സമൃദ്ധി വിശാലമാക്കപ്പെടുന്ന ഒരവസ്ഥ വന്നാൽ അള്ളാഹു അവർക്കിടയിൽ പകയും ശത്രുതയും ഇട്ടുകൊടുക്കും. നോക്കൂ പ്രിയമുള്ളവരെ, ഇതിന്റെ പേരിലല്ലേ ശത്രുതയും പകയും ഏറ്റവും കൂടുതലുള്ളത്? ഒന്ന് ചിന്തിച്ചു നോക്ക്, ആലോചിച്ചു നോക്ക്. നമ്മളെക്കുറിച്ചൊന്ന് റീവൈൻഡ് ചെയ്യുക, ഒന്ന് ബേക്കിലേക്ക് നമ്മളെക്കുറിച്ചൊന്ന് ചിന്തിക്കുക, അല്ലെങ്കിൽ ഇപ്പൊ നമ്മുടെ ജീവിതത്തിൽ സംഭവിക്കുന്നതിനെ കുറിച്ച് ചിന്തിക്കുക. ശത്രുതയും പകയും ഉടലെടുക്കും. എന്നെ സംബന്ധിച്ച് ഞാൻ അത് ഭയപ്പെടുന്നു, എനിക്കത് ഉൾക്കൊള്ളാൻ കഴിയില്ല. ഇതായിരുന്നു ഉമർ ബിൻ ഖത്താബ് റളിയല്ലാഹു അൻഹുവിന്റെ മറുപടി. ഇത് മനുഷ്യന് ഭൗതിക ജീവിതത്തിൽ അധ്വാനിച്ച് സമ്പത്തുണ്ടാക്കണ്ടെന്നോ അത് വിനിയോഗിക്കുന്നൊന്നും അല്ല ഈ പറഞ്ഞതിന്റെ അർത്ഥം. മറിച്ച് അതിലൂടെ നശിച്ചു പോകരുത്, അത് നിമിത്തം നശിച്ചു പോകരുത്. ആ നാശം ഞാൻ ആദ്യം മുതലേ ഇന്നത്തെ സംസാരത്തിൽ പറഞ്ഞു തുടങ്ങിയത് മുതലുള്ള ആ കാര്യങ്ങൾ ഉൾക്കൊള്ളിച്ചുകൊണ്ടൊന്ന് ചിന്തിച്ചു നോക്കുക. ജീവിതത്തിൽ മിതത്വം പാലിക്കേണ്ടതിന് പകരം തബ്ദീറും ഇസ്റാഫും എഴുത്തിദാവും നമ്മുടെ ജീവിതത്തിലേക്ക് ഏത് രംഗത്ത് കടന്നു വന്നാലും അള്ളാഹുവിന് ഇഷ്ടമില്ലാത്തതാണ് എന്നുള്ള മുന്നറിയിപ്പും താക്കീതും എന്നെയും നിങ്ങളെയും നല്ല വഴിക്ക് ചിന്തിക്കാനും നേരായ വഴിക്ക് നീങ്ങാനും അള്ളാഹു തൗഫീക്ക് ചെയ്ത് അതിനുള്ള സർവ്വ സാഹചര്യങ്ങളും ഒരുക്കി നന്മയിലൂടെ ചരിക്കാൻ അള്ളാഹു തൗഫീക്ക് നൽകുമാറാകട്ടെ. നമ്മിൽ നിന്ന് വന്നുപോയ ചെറുതും വലുതുമായ എല്ലാ തെറ്റുകുറ്റങ്ങളും അള്ളാഹു നമുക്ക് പുറത്തു മാപ്പാക്കി തരുമാറാകട്ടെ. നമ്മിൽ നിന്ന് മരണപ്പെട്ടു പോയവരുടെ പാപങ്ങൾ അള്ളാഹു പുറത്തു കൊടുക്കുമാറാകട്ടെ. അവരെയും നമ്മളെയും അള്ളാഹു ജന്നാത്തുൽ ഫിർദൗസിൽ ഒരുമിച്ച് കൂട്ടുമാറാകട്ടെ. നമ്മിൽ നിന്ന് രോഗങ്ങൾ കൊണ്ട് വിഷമിക്കുന്ന സഹോദരീ സഹോദരന്മാർ പലരുമുണ്ട്. നമ്മുടെ ഈ പള്ളികളിൽ വന്നുകൊണ്ടിരുന്നവർ ചെയ്യാവലംബികളായി മാറിയിട്ടുണ്ട് പലരും. അതുപോലെ തന്നെ ഒരു യുവ സഹോദരി വളരെ രോഗത്തിനടിമയായി പ്രയാസം അനുഭവിക്കുന്നു. പ്രാർത്ഥിക്കാൻ വേണ്ടി നമ്മുടെ ഈ പള്ളിയുമായി ബന്ധപ്പെട്ട ഒരു സഹോദരി തന്നെയാണ് ആവശ്യപ്പെട്ടിട്ടുണ്ട്. അല്ലാഹു സുബ്ഹാനഹു വ തആല ചെയ്യാവലംബികളായി രോഗം ബാധിച്ച് പ്രയാസം അനുഭവിക്കുന്ന എല്ലാവരുടെ രോഗങ്ങളെയും അല്ലാഹു ശിഫയാക്കി കൊടുക്കുമാറാകട്ടെ. പൂർണ്ണ ആരോഗ്യം നൽകി അനുഗ്രഹിക്കുമാറാകട്ടെ. തീവ്രമായ വേദനയും ബുദ്ധിമുട്ടും അനുഭവിക്കുന്നവരുണ്ടെങ്കിൽ അത് അല്ലാഹു ലഘൂകരിച്ചു കൊടുക്കുമാറാകട്ടെ. എല്ലാവിധത്തിലുള്ള പ്രയാസങ്ങളിൽ നിന്നും എല്ലാവരെയും അല്ലാഹു കാത്തുരക്ഷിക്കുമാറാകട്ടെ. സർവോപരി ഇസ്ലാമിനും മുസ്ലിം ഉമ്മത്തിനും അല്ലാഹു ഇസ്സത്തിനെ പ്രദാനം ചെയ്യുമാറാകട്ടെ. അല്ലാഹുമ്മ ഗ്ഫിർ ലിൽ മുഅ്മിനീന വൽ മുഅ്മിനാത്ത് വൽ മുസ്ലിമീന വൽ മുസ്ലിമാത്ത് അൽ അഹ്യാഇ മിൻഹും വൽ അംവാത്ത് ഇന്നക മുജീബുദ് ദഅവാതി വയാ ഖാദിയൽ ഹാജാത്ത്. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم اعز الإسلام والمسلمين وأذل الشرك والمشركين. اللهم انصر إخواننا المسلمين في فلسطين يا أرحم الراحمين. اللهم دمر أعداءنا وأعداءهم وأعداءك يا أرحم الراحمين. ربنا آتنا في الدنيا حسنة وفي الآخرة حسنة وقنا عذاب النار.